കേട്ടോ ഇത് എടുക്കുമ്പോ തന്നെ നമ്മള് അയ്യോ എനിക്ക് ആ സമയത്ത് പെൺകുട്ടിയാന്ന് കൂടി പറയോ സഹിക്കാൻ പറ്റാത്ത സന്തോഷം അത് വേറെ അത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഡെലിവറിയുടെ കുറിച്ചിട്ടാണ്. അതായത് എത്ര വീക്സിലായിരുന്നു ഡെലിവറി, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയാ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡെലിവറി എക്സ്പീരിയൻസ് നമ്മൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഷോർട്സ് മാത്രം ഇട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ലിങ്ക് ചെയ്ത് വെക്കാം. അപ്പോൾ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഡെലിവറി നടക്കുന്നത് 36 വീക്സിലാണ്. 36 വീക്സ് കഴിഞ്ഞു. 37 വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 36 വീക്സും 4 ഡേയ്സ് ആണ് ആയി കഴിഞ്ഞു. പ്രതീക്ഷിച്ചതല്ല, എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നില്ല. വെറുതെ വയറുവേനയായിട്ട് കൊണ്ടുപോയതാണ്. നൈറ്റൊക്കെ ആയപ്പോ ഞാൻ എന്റെ വീട്ടിലായിരുന്നു. നൈറ്റൊക്കെ ആയപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ചക്ക കഴിക്കണം എന്നുള്ള ഒരു ക്രാവിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ചക്കയൊക്കെ കഴിച്ചു. അപ്പൊ ഭയങ്കര വയറുവേദന എന്തൊക്കെ തോന്നിട്ട് ഭയങ്കര തലകറക്കൊക്കെ കേട്ട വീട്ടിൽ നിന്ന്. നൈറ്റ് ആണ് അങ്ങനെ പെട്ടെന്ന് തലകറങ്ങി അങ്ങനെ സൈഡായി. അപ്പൊ അമ്മ വേഗം പേടിച്ചു പോയി. അമ്മ പേടിച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഓഫീസിലാണ്, ബ്രദർ വീട്ടിലില്ല. അപ്പൊ പിന്നെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു, വേഗം വരാൻ പറഞ്ഞു, നമുക്ക് പോവാന്ന് പറഞ്ഞു. നൈറ്റ് ആകുമ്പോൾ യൂഷ്വലി ഏത് ഹോസ്പിറ്റലിൽ പോയാലും അഡ്മിറ്റ് ആക്കും, കാരണം ഡോക്ടർ ഉണ്ടാവില്ല. അതാണ് റീസൺ. അങ്ങനെ ഞങ്ങൾ പോയി മലങ്കര ഹോസ്പിറ്റലിലോട്ടാണ് പോയിട്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇല്ല. അവര് ജസ്റ്റ് PV ചെക്ക് ചെയ്തു. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് PV ചെക്ക് ചെയ്യണത്. കാരണം ഞാൻ ഈ PV എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയില്ലല്ലോ. എവിടെയും ആരും PV എന്താന്നുള്ളത് പറഞ്ഞിട്ടില്ല. എല്ലാരും PV എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പൊളിഞ്ഞ ആ സംഭവം. അതോടുകൂടി ഇനി മേലെ PV ചെക്ക് ചെയ്യണ്ടെന്നാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇതിന്റെ ഭാഗമാണ് ഡെലിവറിയുടെ ഭാഗമാണ് PV ചെക്കിങ്. പക്ഷെ എന്താണ് PV ചെക്കിങ്, എങ്ങനെയാണ് PV ചെക്കിങ് ആരും എവിടെയും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെ PV ചെക്ക് ചെയ്ത് ഒരൊറ്റ PVയിൽ ഞാൻ പറഞ്ഞു അയ്യോ ഇനി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അന്നത്തെ ദിവസം അവര് ഡെലിവറി റൂമില്, അതായത് ഡെലിവറി റൂം എന്ന് പറയാം സ്യൂട്ടിലല്ല, ഇപ്പുറത്ത് നമ്മൾ ഒരുപാട് പേര് കിടക്കില്ലേ, ഡെലിവറി വാർഡിലാണ്. വാർഡും പറയാൻ പറ്റില്ല, റൂമോ എന്താ പറയാന്, പ്രസവ മുറി. ചക്ക തിന്നതായ പ്രശ്നം. ചക്ക ഡെലിവറിക്ക് കാരണമായി. ചക്ക തിന്നിട്ട് ഗ്യാസാന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷെ അവര് പിടിച്ചെടുത്തി. അല്ല നമുക്കറിയില്ല ഗ്യാസ്. ഹോസ്പിറ്റലുകാർ ഇങ്ങനെയാണ്, കിടക്കാൻ പറഞ്ഞു. സംഭവം നമ്മള് റൂം എടുത്തു. റൂമിന്റെ ആ റേറ്റ് അന്നത്തെ ദിവസം എടുക്കും. എന്നാ പിന്നെ എന്നെ റൂമിൽ കിടത്തിയാൽ പോരെ. ഇവര് ഒബ്സർവേഷൻ കൊണ്ട് അവർ അതിന്റെ ഉള്ളിൽ കിടത്തി. എനിക്കാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല. കാരണം അന്നേ ദിവസം അഡ്മിറ്റ് ആവേണ്ട ആൾക്കാരൊക്കെ വന്ന് അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം ഇവര് കിടന്ന് അലറി കരയുക. ഞാനത് കണ്ടോണ്ട് ഞാൻ ഇരുന്ന് കരയുക. എനിക്കിനി പ്രസവിക്കണ്ടെന്ന് ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ചു. പിറ്റേ ദിവസം സ്കാനിങ്ങിനാണ് അവിടെ അന്നത്തെ ദിവസം പിടിച്ചു നിർത്തിയത്. പിറ്റേ ദിവസം സ്കാനിങ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ആകുമ്പോഴാണ് സ്കാനിങ് കഴിഞ്ഞു. അതില് വെള്ളം കുറവാണ്, ഫ്ലൂയിഡ് കുറവാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞങ്ങളത് ഇങ്ങനെ എന്താണ് ഞങ്ങൾ വിചാരിച്ചു ഇനി സമയം എടുക്കും, ഒരു 1 to 2 വീക്സ് എടുക്കും, അത് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഞങ്ങൾ വിചാരിച്ചു. ഇവന്മാർക്ക് ഒരു കേസ് കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നു തോന്നുന്നു. അന്നുകൊണ്ട് ഇവന്മാര് അല്ലല്ലോ ശരിയല്ല, ഇനി സ്കാനിങ് കൂട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒബ്സർവേഷനിൽ വെക്കാം. നല്ല ആഞ്ഞ് നടക്ക്, നന്നായി നടക്ക്, രണ്ടുപേരും കൂടിയിട്ട് വരാന്തേലൊക്കെ നടക്ക്. ഭയങ്കര കാര്യം പ്രസവിക്കും, അല്ലെങ്കിൽ അടുത്ത സ്കാനിങ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ പോകാം. കാരണം 40 വീക്സ് അല്ല ആക്ച്വലി ശരിക്കും പ്രസവിക്കാന്നുള്ളത്. 38 വീക്സ് ഒക്കെ വരും. അപ്പോഴും 2 വീക്സും കൂടി സമയം കാരണം എനിക്ക് അതിന് മാത്രമേ എന്റെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അവിടെ ചെന്നേല് ഏറ്റവും കൂടുതൽ വയറും കുറവ്, ക്ഷീണം, ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ എനിക്കറിഞ്ഞു. ഞാൻ എന്തിനാ ആ ഒരു ഡെലിവറി റൂമിൽ കിടക്കണെന്ന് പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ ഈ കിടക്കുന്ന കരയണ ആൾക്കാരൊക്കെ കണ്ടിട്ട് ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ പറയും എനിക്ക് നോർമൽ ഡെലിവറി വേണ്ട, ഇങ്ങനെയാണെന്ന് എനിക്ക് പ്രസവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അറിയിപ്പോകുന്നത്. നെക്സ്റ്റ് ഡേ ഒരു ശരി ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഡിസ്ചാർജ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, ഇനി ഒരു സ്കാനിങ് കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാൻ. ഷുഗർ കൂടാൻ വേണ്ടിട്ട് ഇവർ സാധനം അത് കഴിച്ച നോർമൽ ഷുഗർ കൂടുന്ന നമ്മളടുത്ത് പറഞ്ഞത്. ഇഞ്ചക്ഷൻ ഒരു പൊടി, അത് ഞാൻ വേണമെങ്കിൽ ഇതിൽ കാണിക്കാട്ടോ. എന്റെ അതിന്റെ ക്ലിപ്സ് ഇരിക്കും. നിങ്ങൾക്ക് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആ സാധനം ഒരു പൊടി ഉണ്ട്. ആ പൊടി കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് കൂടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കഴിക്കുമ്പോൾ നോർമലി കുറച്ച് ഷുഗർ ഇൻക്രീസ് ആവും. അപ്പോ നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആവുമല്ലോ. അയ്യോ ഷുഗർ കൂടി, നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആവും. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഒരുപാട് നേരം ഇരുന്നു. സംഭവം ആൻഡോ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ 2 മണിക്കാണ് വരുള്ളൂ, നമുക്കും അറിയാം. പക്ഷെ അന്ന് രാവിലെ തൊട്ട് നമ്മളടുത്ത് പറയേണ്ടത് ഇന്ന സ്കാനിങ് ആണ്, ഇപ്പൊ സ്കാനിങ് ആണ്, കുറച്ചെങ്കിലും സ്കാനിങ് ആണ്. അങ്ങനെ അത് ഉച്ചവരെ ആക്കി സംഭവം. ഉച്ചവരെ ആക്കാന്ന് വെച്ചാൽ 1 മണി വരെ നമ്മുടെ ഡോക്ടറുള്ളൂ. കഴിഞ്ഞ ഡോക്ടർ വീട്ടിൽ പോകും. എന്നിട്ട് സ്കാനിങ്ങിന് പോയപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് കുറവാണ്, ടെൻഷൻ ആവണ്ട. അതായത് ബേബി
ബേബി കുറച്ചുകൂടി സേഫ് ആവുക ഇപ്പൊ ഡെലിവറി കഴിഞ്ഞാലാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താ എല്ലാവരുടെയും പോലെ ഞങ്ങൾക്ക് ബേബിയാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. ബേബിനെ കറക്റ്റ് സമയത്ത് നമുക്ക് റിസീവ് ചെയ്യുക, ബേബിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം നമ്മൾ ഈ 8-9 മാസം വെയിറ്റ് ചെയ്തിട്ട് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇനി അത് നമുക്ക് ആ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല. ഡോക്ടർ പറയാണ് ഞങ്ങൾക്ക് ബേബിയാണ് ഇമ്പോർട്ടന്റ്, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഡെലിവറി തീർക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് വേഗം സിസേറിയൻ ചെയ്യാൻ പറയും. ആ സമയത്താണെങ്കിൽ എന്റെ അമ്മയില്ല, അച്ഛനില്ല, ബ്രദർ ഇല്ല, ഇവർ രണ്ടുപേരും മാത്രം ആ റൂമിലുണ്ട്. ഞാൻ അവിടെ സ്കാനിങ് കഴിഞ്ഞു വരുന്നു, ഞാൻ കരച്ചിലോട് കരച്ചില്ല, എനിക്ക് ആകെ ടെൻഷനായി. അതായത് അൺഎക്സ്പെക്ടഡ് ആണ്. ഇവര് പെട്ടെന്ന് പറയുന്ന ഒട്ടും പ്രതീക്ഷയില്ല. ഞങ്ങള് നോർമൽ ആയിട്ടിരിക്കുന്നു. ഒരു വന്നിട്ട് ഇപ്പനെ ഡെലിവറി ആണോ, ഇപ്പനെ സിസേറിയൻ ആണെന്ന് പറഞ്ഞു. അന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ വെയിറ്റ് ചെയ്ത ഭയങ്കര റിസ്ക് ആവും, ഇപ്പനെ കുട്ടിയുടെ പുറത്തേക്ക് എടുത്തോളാം. അത് ഇവരോടാട്ടാ പറയണത്. ഞാൻ ആ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ എന്റെ അടുത്ത് ഒരുത്ത വന്ന് പറയാം, ചേച്ചി ഇനിയും വെള്ളം പോലും കുടിക്കാൻ പാടില്ല, തുള്ളി വെള്ളം പോലും കുടിക്കരുത് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറയും. അപ്പൊ ഞാൻ അതെന്താ പ്രശ്നം ചോദിച്ചു. ചേച്ചിയോട് അങ്ങനെ കുടിക്കരുതെന്നാണ് അവിടുന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞു, ഇനി ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ എന്ന് പറയും. അപ്പൊ ഞാൻ ആകെ എന്താ ഇത് എന്ന് വെച്ചിട്ട് പിന്നെ ഇവര് രണ്ടുപേരെയും ഡോക്ടർ വിളിച്ചിട്ടുണ്ടാന്ന് തോന്നുന്നു. ഇവര് ഉള്ളിക്ക് വന്നപ്പോഴാണ് അമ്മോ വേഗം ഡെലിവറി നടക്കും എന്ന് പറയും. എനിക്ക് ആകെ ടെൻഷൻ, അയ്യോ എന്താ. ഞങ്ങൾ അൺഎക്സ്പെക്ടഡ് ആണ്, ഞങ്ങൾക്ക് ടെൻഷനായി. ഞങ്ങൾക്ക് എന്താ ഒന്നും പ്രിപ്പയർ ആയിട്ടില്ല, ജസ്റ്റ് നോർമൽ ആയിരുന്നു. പെട്ടെന്ന് ഡെലിവറി എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഷോക്കായി, ഞാനും എന്റെ അമ്മ ഷോക്കായി. എന്തിപ്പോ ഇത് നോർമൽ ഡെലിവറി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുന്നേ ഭയങ്കര എക്സസൈസ് ചെയ്യാൻ, നടക്കുക, മൈൻഡ് ഫുൾ പ്രിപ്പയർ ആയി. എത്ര പെയിൻ ഉണ്ടെങ്കിലും ഞാൻ നോർമൽ ഡെലിവറി മാത്രം ചെയ്യൂ, സിസേറിയൻ വേണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര പ്രിപ്പയർ ചെയ്ത് മൈൻഡ്. പക്ഷെ ആ ഒരു ദിവസം ഇവരെന്നെ ഡെലിവറി റൂമിൽ ഇട്ടില്ലേ, സ്റ്റെപ്സിൽ നടക്കുക, വാക്കിങ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ എക്സസൈസ് ഒക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സിസേറിയൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇതുവരെ എനിക്കൊരു മേജർ ഓപ്പറേഷൻസ് ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അതിന്റേതായ പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോർമൽ ഡെലിവറി ഇങ്ങനെ മൈൻഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അവർ എന്നെ കൊണ്ടുപോയിട്ട് ഡെലിവറി റൂമിൽ ഇട്ടതോട് കൂടിയിട്ട് എനിക്ക് നോർമൽ ഡെലിവറി വേണ്ട അങ്ങനെയായി. കാരണം ഭയങ്കര ടെൻഷനായി. ആ പെയിനൊക്കെ ഞാൻ നേരിട്ട് കണ്ടപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ ആകെ പ്രസവിക്കണ്ടെന്നുള്ളൊരു മൈൻഡിൽ. അവരാണ് പ്രസവിക്കുന്നെങ്കിൽ പെയിൻ ഫുള്ള എനിക്കായിരുന്നു, ടെൻഷൻ ഫുള്ള എനിക്കായിരുന്നു. നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ കാണല്ലേ, നമുക്ക് അപ്പൊ അത്രയും ടെൻഷൻ കയറി. അതാണ് ഇപ്പൊ അന്ന് സംഭവിച്ചത്. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഡെലിവറി റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്റെ അമ്മയും അച്ഛനൊന്നും ആരും അവിടെ ഇല്ല കേട്ടോ. അപ്പൊ എനിക്ക് അതിന്റെയൊക്കെ ടെൻഷൻ, ദൈവമേ ഞാൻ മരിക്കാൻ പോവാണോ, എന്നെ ഒരു കൊല്ലാൻ പോവാണോ, എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനായി പോയി. കാരണം എനിക്ക് എന്റെ മൈൻഡിൽ അങ്ങനെ കയറിയിട്ടേ, നമ്മൾ ഈ പടങ്ങളൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ, നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ്. അയ്യോ സിസേറിയനല്ലേ, അയ്യോ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയപ്പോ കുറെ ഇൻസിഡന്റ് നടക്കണ്ടേ, അതേപോലെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എല്ലാം പോവില്ലേ, കൈവിട്ട് പോവില്ലേ. അപ്പൊ ഞാൻ ഗർഭിണിയാണ്, എന്റെ വയറ്റിലൊരു കുട്ടി ഉണ്ടെന്നുള്ള മൈൻഡ് ഒന്നും അയ്യോ ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് ഈ സമയം കൊണ്ട് ഞാൻ ആരെയൊക്കെ കാണും, എല്ലാരും കാണണ്ടേ, അയ്യോ ഇത് കഴിഞ്ഞ പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആരും കാണില്ലല്ലോ. അങ്ങനെ എന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റിച്ചു. ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മൾ തന്നെ ഇവരെ കൊണ്ടുപോയി കാണിക്കും, കൊണ്ടുപോവാണ് എന്ന് പറയാൻ വേണ്ടിട്ട്. ഞാൻ കാണാൻ പോണ സമയത്ത് അച്ഛൻ്റെ അമ്മ ജിഷ്ണു ഉണ്ടായിരുന്നില്ല, ഇവിടെ അമ്മ, ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നില്ല, അബി ഉണ്ടായിരുന്നു, കസിൻ ബ്രദറാണ് കേട്ടോ, പിന്നെ അമ്മായി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെയാണ്. ഞാൻ എല്ലാരും കൂടി കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. ഞാൻ ഭയങ്കര അതെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരാൾ എന്റെ അടുത്ത് പേടിക്കരുത് അത് പേടിച്ചു എന്തുവാണെങ്കിലും സാരില്ല, നമുക്ക് നേരിടാം, അങ്ങനെ പറയാൻ പറ്റും, സമാധാനിപ്പിക്കാം. എന്റെ സ്റ്റൈലിൽ ഞാൻ പറഞ്ഞു പേടിക്കല്ലേ, ഒന്നും ആവില്ല, ശരിയായിക്കോളും, അതെല്ലാം നോർമൽ എനിക്ക് ആ സമയത്ത് അങ്ങനത്തെ കെയറിംഗ് ഒന്നും ഇഷ്ടമല്ല. നമുക്ക് എന്റെ മൈൻഡിൽ അതാണ്, എന്റെ മൈൻഡിൽ ആ ഫീലിംഗ് ആണ്. എന്തെങ്കിലും പറ്റുമോ, നമുക്ക് ആ സമയത്ത് അങ്ങനെ വരും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ മനസ്സിനുള്ള ഒരു പേടി കയറും. നമുക്ക് അയ്യോ എന്തെങ്കിലും നമുക്ക് എല്ലാം സക്സസ് ആവും പറയാൻ പറ്റില്ല, സക്സസ് ആവില്ല എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ ആവുള്ളൂ, ഒരു മാറി സിറ്റുവേഷനാ, പേടിയാവും. പക്ഷെ സംഭവം 5 മിനിറ്റ്സ് ആകുമ്പോ അപ്പൊ ഇവരൊക്കെ കണ്ടപ്പോ എന്റെ കണ്ണിലൊക്കെ വെള്ളം വന്നു. ഞാൻ എല്ലാരോടും തലങ്ങനെ ആട്ടിയിട്ട് ഫുൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ടോ. അപ്പൊ ഞാൻ ആകെ പേടിച്ചിരിക്കും. അതുകൊണ്ട് ഡോർ അടച്ചതും ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യോ ഭയങ്കര കരച്ചിൽ, അതായത് ഇനി വരെ കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പൊ എന്നോട് നേഴ്സ് പറയാം, അയ്യോ ചേച്ചി എന്തിനൊക്കെ അറിയണേ, നമ്മളിപ്പോ ഉണ്ണിനെ കാണും, പിന്നെ എന്തിനാ അറിയണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കുറെ സമാധാനിച്ചു. പിന്നെ അനസ്തീഷ്യ ഡോക്ടറൊക്കെ എന്നോട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നില്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ, നല്ല ഡോക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, ആ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഇവിടെ എവിടെയും തൊടരുത്, നേരെ നടക്കണം, അവിടെ പോയി കിടക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാൻ ശരി ഞാൻ പിന്നെ എല്ലാരും വിട്ടല്ലോ, അവരൊക്കെ വിട്ട് അവിടെ പോന്നു. പിന്നെ ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ട് ഇനിയിപ്പോ ഇതാണ് നടക്കട്ടെ എന്ന് വെച്ചാൽ നമ്മളത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ ഞാൻ കിടന്നു കഴിഞ്ഞപ്പോ ഇവരെന്റെ കയ്യിലും കഴുത്തിലും എന്തൊക്കെയോ വെച്ചിങ്ങനെ കെട്ടിച്ചൊക്കെ വെച്ചു. നമ്മളതിനിങ്ങനെ എണീച്ചെടുത്തു, സ്പൈനലിൽ ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി, അനസ്തീഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് എടുക്കുമ്പോ കുറച്ച് പയ്യന്മാരുണ്ട്, കുറച്ച് കുട്ടികളുണ്ട്, പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ അവിടെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ കൂടി പിടിച്ചിട്ടാണ് നമ്മളെ ചെയ്യണത്.
അയ്യോ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു പയ്യന്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ച് പൊട്ടിച്ച് ഒരു വിധമാക്കി. കാരണം ഞാൻ അത്രയും ബഹളം വെച്ചു, എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റും. അതായത് ഒരേ സ്പൈനലില് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇത് കഴിഞ്ഞില്ല നമ്മൾ വിചാരിക്കാം ഒറ്റ ഇഞ്ചക്ഷനേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഒറ്റ ഇഞ്ചക്ഷൻ ഒന്നല്ല, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഒന്ന് കഴിഞ്ഞു പിന്നെ അടുത്ത് വയ്ക്കും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ആക്ച്വലി സി സെക്ഷന്റെ സ്പൈനൽ ഇത് അനസ്തേഷ്യ കൊടുക്കുന്നത്. നോർമൽ ഡെലിവറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന പെയിനേ ഉള്ളൂ, ഓവറാക്കാനുള്ള പെയിൻ. പക്ഷെ ഫസ്റ്റ് ടൈം ആകുമ്പോൾ എല്ലാവർക്കും ആ ഒരു പെയിൻ ഭയങ്കരമായിട്ട് അൺസഹിക്കബിൾ ആണ്. അങ്ങനെ എന്നോട് കിടന്നോളം പറഞ്ഞു, അത് വെച്ച് കഴിഞ്ഞ വഴിക്ക് കിടന്നോളം പറഞ്ഞു. കിടന്നു കഴിഞ്ഞ് 5 മിനിറ്റ് പോലില്ല, അതായത് കിടന്ന വഴിക്ക് ഇവര് വയറെടുത്ത് കീറി ഓരോ സ്റ്റെപ്സ് ആയിട്ട് കീറി അതിലൊന്ന് ഉണ്ണിനെ എടുക്കൽ കഴിഞ്ഞു. ഉണ്ണിനെ എടുത്തു കഴിഞ്ഞിട്ടാണ് മെയിൻ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഞാന് ബോയാവും ആൺകുട്ടിയാവും എപ്പോഴും ആൺകുട്ടിയാവും. ഇപ്പൊ ഞാൻ പറഞ്ഞെന്നുള്ള അടുത്ത് ചിലപ്പോ പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ആൺകുട്ടിയാന്ന് പറഞ്ഞ ആളാണ്. ലാസ്റ്റ് പെൺകുട്ടിയായപ്പോ ആളിനെ ഷോക്കായി. സിംറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ബേബി ബോയ് ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ആ സമയത്ത് പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ദൈവമേ, ഞാൻ എന്ത് പറയും, എല്ലാരോടും ഞാൻ പറഞ്ഞു ബേബി ബോയ് ആയിരിക്കും ബേബി ബോയ് ആയിരിക്കും പറഞ്ഞിട്ട് പെട്ടെന്ന് ബേബി ഗേൾ ആണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആകെ ഞെട്ടി ഞാൻ. സംഭവം സന്തോഷമുണ്ട്, അതായത് ഇവള് വയറ്റിനുള്ളിൽ വരുമ്പോ തന്നെ കഴിഞ്ഞിട്ടാ വരുന്നത്. അപ്പൊ ഞാനും വിചാരിച്ചിട്ട് ഇത് ഇത്രയുള്ളൂ സംഭവം, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു പരിപാടി. ഇവർക്കെല്ലാം കാണാണ്ടായിരുന്നു. അനസ്തേഷ്യ അവർക്ക് ഫീൽ മാത്രമേ നേഴ്സ് മാത്രമേ ഇതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെൻസിബിൾ മാത്രം എല്ലാം പോയിട്ടുള്ളൂ. പക്ഷെ എല്ലാം കാണാം, എല്ലാം കാണാൻ പറ്റില്ല, കേൾക്കാനും പറ്റില്ല. നമുക്ക് എല്ലാം അറിയാൻ പറ്റും, അതായത് എനിക്ക് അത് ഇവിടെ മറച്ചിട്ടിട്ടൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാം കാണാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ ഇത് എടുക്കുമ്പോ തന്നെ നമ്മള് അയ്യോ എനിക്ക് ആ സമയത്ത് പെൺകുട്ടിയാന്ന് കൂടി പറയുമ്പോ സഹിക്കാൻ പറ്റാത്ത സന്തോഷം അത് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചത് കിട്ടില്ല എന്ന് കേട്ടുള്ള കാരണം ഞാനത് അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബേബി ബോയ് ആയിരിക്കുന്ന സിംറ്റംസ് വെച്ച് വിചാരിച്ചു. ഞാൻ മേടിച്ച ഡ്രസ്സും സാധനങ്ങളും എല്ലാം ബ്ലൂ ആണ് കേട്ടോ, പിങ്ക് അങ്ങനെ മേടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ എടുക്കുന്ന വഴിക്ക് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ കരയും. കാരണം ഇവര് കുട്ടീനെ എടുത്ത വഴിക്ക് മറ്റേ പൊക്കിൾക്കൊടിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കലും അങ്ങോട്ട് പോലും കഴിയും, ബാക്കിലോട്ട് പോകും. അതായത് തുടയ്ക്കാനും എന്തിനോട്ട് അത് എനിക്ക് കറക്റ്റ് അല്ല, അവിടത്തെ നമ്മൾ കാണുന്നില്ലല്ലോ. അവർ കൊണ്ടുപോയി, എന്റെ കുട്ടി കാണിച്ചൊന്നുമില്ല. ഡോക്ടർ എന്ന് പറയുന്നത് അവളെ കുട്ടീനെ കാണിക്കാൻ, അവൾക്ക് കുട്ടീനെ കാണിച്ചു കൊടുക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുട്ടീനെ ഇപ്പൊ കാണാലോ എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ഇവർ തുന്നിക്കെട്ടുന്ന ഓരോ പ്രൊസീജിയേഴ്സ് ആയിട്ട് തുന്നിക്കെട്ടുന്ന ടൈമാണ്. ആ സമയത്ത് ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ കുലുങ്ങി കരയും. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആവും. കാരണം നമ്മളത് സ്റ്റിച്ച് ചെയ്യണ സമയത്ത്, പക്ഷെ നമുക്ക് ആ ഇമോഷണൽ സമയത്ത് അങ്ങോട്ട് എന്താ പറയാ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമുള്ള ടൈം. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്നറിഞ്ഞു, ഒരു ബേബി ഗേൾ ആണെന്ന് അറിഞ്ഞു, അതിന്റെ ഒക്കെ സംതോഷം വേറെ. അങ്ങനെ ആ സമയത്ത് ഉണ്ണിനെ പെട്ടെന്ന് എന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ നോക്കുകയാണ് ഒരാള്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയി ഗൈസ്. അതിനോട് ഒരു തക്കുടു മോളായിരുന്നു ആ സമയത്ത്, നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ ഉണ്ണിനെ എന്നെ കാണിച്ചിട്ട് കൊണ്ടുപോയി. പിന്നെ ഞാൻ ഉണ്ണിനെ കാണുന്നു പിറ്റേ ദിവസം. അതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള എനിക്കറിയില്ല. കാരണം എന്നെ ഒരു 1 hour 2 hour ഒക്കെ ആയിട്ട് സംഭവം 10 minute സംഭവം എല്ലാം കഴിഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു നിർത്തും. അതായത് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തും. എന്നിട്ട് പറയും നമ്മൾ കുറച്ച് നേരം ഒബ്സർവേഷനിൽ ഇവിടെ കിടത്തും എന്ന് പറഞ്ഞിട്ട് അവിടെ കിടത്തിട്ടും. അവിടെ കിടത്തി കഴിഞ്ഞിട്ട് അമ്മേനെ അല്ല, അതിന് മുന്നേ ഉള്ളില് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ തന്നെ കിടത്തും കുറച്ചു നേരം. നമുക്ക് എന്തെങ്കിലും അലർജിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. ആ സമയത്ത് ഒരാൾക്ക് കയറി കാണാം. അപ്പൊ എന്റെ നന്മപരമായ ഭർത്താവ് എന്റെ അമ്മേനെ പറഞ്ഞേച്ചേക്കുന്നു, കയറി കണ്ടോളാ പറഞ്ഞിട്ട്. അമ്മേനെ കണ്ടപ്പോ അതിനേക്കാളും പൊളിഞ്ഞു. സങ്കടമാണോ എന്തെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവരോട് വേറെ ഒരു ഫീലിംഗ് ആണ് ആ സമയത്ത്. ഭയങ്കര സങ്കടം വന്നു. എനിക്ക് അറിയാനൊന്നും പറ്റില്ല, കാരണം എനിക്ക് ചെവി ഒന്നും കേൾക്കണില്ല. ചെവി കേൾക്കണില്ല. ഞാൻ ഏതൊരു ആബ്സെൻസ് മൈൻഡിൽ കിടക്കുകയാണ്. ഉണ്ണി എന്തായി അതൊന്നും ഞാൻ ചിന്തിക്കണില്ല. ഞാൻ എന്തോ സംഭവം ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോഴാണ് അമ്മ വന്നപ്പോൾ അമ്മ എന്നോട് എന്തോ ചോദിച്ചു തോന്നുന്നു. കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് എന്തോ ചോദിച്ചു തോന്നുന്നു. അമ്മയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷം, സങ്കടം എന്നെ കണ്ടപ്പോ. അതുകൂടി കണ്ടപ്പോ എനിക്ക് ഭയങ്കര അല്ലെ സന്തോഷം ഉണ്ടാവും. ഉണ്ണീനെ കണ്ടപ്പോ സന്തോഷം. പക്ഷെ അവർക്കൊന്നും അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. ആകെ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞോണ്ട് ഒരു നേഴ്സ് വന്ന് പുറത്തു വന്ന ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, പെൺകുട്ടിയാണ് കേട്ടോ. ഞങ്ങളൊക്കെ എല്ലാവരും ഷോക്കായി, പെൺകുട്ടിയാ, ഓക്കെ എന്തായാലും കുട്ടിയായില്ലേ നമുക്ക്. അങ്ങനെ ഒരു സന്തോഷമായിട്ട് പെട്ടെന്ന് കുട്ടീനെ പുറത്തു കൊടുന്ന് ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു, അങ്ങനെ കൊണ്ടുപോയി. എന്താ ചെയ്യും
പ്രീമെച്ചർ ബേബി ആയിരുന്നു കുട്ടി. പ്രീമെച്ചർ ബേബി വെയിറ്റ് കുറവാണ്, 2,300 ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞിട്ട് അവർ NICU കുട്ടീനെ ഡയറക്റ്റ് കൊണ്ടുപോയി. അങ്ങനെ അവിടെ നിന്നാണ് ഫീഡിങ്ങിനൊക്കെ കൊണ്ടുപോകുക. 5 ദിവസം അതിന്റെ ഉള്ളിൽ തന്നെ ആടുന്നു, NICU അത് കൊണ്ടതിന് ശേഷം ഇവർക്ക് കുളിപ്പിച്ചിട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അതിന് ക്ലാസ്സിൽ കൂടെ കാണിച്ചു കൊടുത്തു. മെന്റലി ഒരു ഹീറ്റ് ഒക്കെ വെച്ചിട്ടായിരുന്നു, മറ്റേ NICU ഹീറ്റിംഗ് പ്രോസസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഒബ്സർവേഷൻ റൂമിലാട്ടോ. ആ സമയത്ത് ഞാൻ ഇതൊന്നും അറിയണമെന്നില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഉണ്ണീനെ കാണുന്നത്. ഞാൻ ആ ഒരു ഒറ്റ 2 സെക്കൻഡാണ് ഉണ്ണീനെ കണ്ടിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു വെച്ചതാ. പിന്നെ ഞാൻ ഉണ്ണീനെ കാണുന്നത് ഉണ്ണിയുള്ള കാര്യം ഓർമ്മ വരുന്ന പിറ്റേ ദിവസമാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം ആവുമ്പോ അതെ ഇയാളെ കൊടുത്തിട്ട് അന്നു. അപ്പൊ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഓ മൈ ഗോഡ്, എനിക്കൊരു ശുണ്ടിന് കുട്ടീനെ കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. ഉണ്ണി NICU തന്നെ ആയിരുന്നു. ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ വരും പോവും ഇത് തന്നെയായിരുന്നു. എനിക്ക് C-സെക്ഷൻ അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെയിനൊക്കെ ഉണ്ട്, ചെറിയ പെയിനുള്ളൂ, സഹിക്കാൻ പറ്റാവുന്ന പെയിൻ. 2 സൈഡ് നമുക്കൊരു വലിച്ചൊരു ഫീൽ ചെയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞു, 2 സൈഡ് മാറി തിരിഞ്ഞ് കിടക്കുക, നന്നായി നടക്കുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹീലാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ കുഴപ്പമില്ലാണ്ട് നടക്കാനും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എന്നെ എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു എല്ലാവരും. എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് എണീക്കാനുള്ള ഒരു ശ്രമം, കാരണം എപ്പോഴും അവരെ ഹെൽപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എണീക്കാൻ മടിയോ. അത് ആലോചിച്ചിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ തന്നെ എണീക്കാൻ സമയം എടുത്തു. ഉണ്ണി കരയുന്ന സമയത്ത്, ഫീഡിന് വേണ്ടിയിട്ട് കരയുന്ന സമയത്താണ് നമ്മൾ എണീക്കേണ്ടത്. അല്ലാതെ നമ്മൾ കിടക്കണേയിരിക്കും. ആ സമയത്ത് ഞാൻ മെല്ലെ എങ്ങനെയെങ്കിലൊക്കെ എണീച്ചിട്ടാണ് അവൾക്ക് ഫീഡ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഴപ്പമില്ലാണ്ടായി. പിന്നെ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് എണീക്കാതിരിക്കാനും പറ്റില്ല, നടക്കാതിരിക്കാനും പറ്റില്ല, പെയിനും ഇല്ല, ഒന്നുമില്ല. നമ്മളത് അതിന്റെ വഴിക്ക് പോയി. ആ ഒരു മാറ്റർ നമ്മൾ ഇനി സംസാരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വ്ളോഗില്. എനിക്ക് മാത്രം ഹോസ്പിറ്റലിൽ ബില്ലായിട്ടുള്ള ഒരു 78,000 സംതിങ് അങ്ങനെ എത്രയോ ആയിട്ടുണ്ട്. ഉണ്ണിക്കും ഏകദേശം കുഴപ്പമില്ലാണ്ട് ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല, അത് കാരണം ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാം കൂടെ 1 ലക്ഷത്തിന് മേലെ എന്തായാലും വന്നിട്ടുണ്ട്. അതിന്റെ കഴിഞ്ഞ ഇയർ ഞങ്ങളുടെ ഒരു കസിൻ അവിടെ പ്രസവം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു 50,000 ഉള്ളിലാണ് വന്നിട്ടുള്ള ബില്ല്. നമ്മളിപ്പോ ഇത്രയും ദിവസം, അതായത് എന്നെ അവിടെ നിന്ന് അഡ്മിറ്റ് ആക്കി ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് ഉണ്ണിയുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ കയറുന്നത്. എത്ര ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു നിങ്ങൾ തിങ്ക് ചെയ്യണം. അപ്പൊ അത്രയും ദിവസം കിടന്നതിന്റെ കൂടിയിട്ടുള്ള ബില്ലാണ് നമുക്ക് വന്നത്. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാണ് ചെയ്തത്. അപ്പൊ എന്റെ ഡെലിവറി എക്സ്പീരിയൻസ് വീഡിയോ ഇവിടെ കഴിയാണ്. അപ്പൊ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.